റോസ് ഗാർഡൻ B4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്ന് രണ്ട് തിരക്കായിരുന്നു. അത് കാരണം കൊണ്ടാണ് ഇനിയിപ്പോൾ നമുക്ക് പുതിയൊരു ഇൻഡോർ പ്ലാന്റിൻ്റെ തുടങ്ങാം. ഇതാണ് ഫിഡില്ലി ഫിഗ് അല്ലെങ്കിൽ ഫൈക്കസ് ലിറാറ്റ എന്ന് പറയും. നല്ലൊരു ഇൻഡോർ പ്ലാന്റാണ്. പക്ഷേ ഇത് പക്ക ഇൻഡോർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിന് അത്യാവശ്യം സൺലൈറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്നുകിൽ നമ്മുടെ കോട്ട് യാർഡിലോ അല്ലെങ്കിൽ ഗ്ലാസ് സൈഡിൽ വിൻഡോൻ്റെ സൈഡിലൊക്കെയാണ് വെക്കാനായിരിക്കും നല്ലത്. അപ്പോൾ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുകയും ചെയ്യും. സൺലൈറ്റ് കിട്ടിയാലാണ് ചെടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കുള്ളൂ. സൺലൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇല കൊഴിയും. ഇതിൻ്റെ ഇലയാണ് ഭംഗിയായിട്ടിരിക്കുന്നത്. അത് കൊഴിഞ്ഞ് കഴിയുമ്പോൾ ചെടി മോശമായി തുടങ്ങും. ഇല കൊഴിയുന്നതിൻ്റെ കാരണം ഒന്നുകിൽ സൺലൈറ്റ് കുറഞ്ഞതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഇതിന് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നല്ലോണം ഡ്രൈ ആയതിന് ശേഷമേ രണ്ടാമട്ടം വെള്ളം ഒഴിക്കാവൂ. അല്ലാണ്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അത് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇല മഞ്ഞയ്ക്കും. ഇല മഞ്ഞച്ച് ഇല കൊഴിയാൻ തുടങ്ങും. അപ്പോൾ സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിലും വെള്ളം കൂടിയാലും ഈ രണ്ട് കാരണം കൊണ്ടും അതിൻ്റെ ഇല കൊഴിഞ്ഞു പോകും. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കെയറിങ് എന്ന് പറയാനില്ല. അതിന് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നത് വളരെ കുറവാണ്. പിന്നെ ഇതിന് ഇല വലിപ്പം കൂടുതലായതുകൊണ്ട് അതുമേ പ്രാണികൾ വന്നിരുന്ന ഇല തിന്നും. പുഴു, ഒച്ച് ഈ വക സാധനങ്ങളൊക്കെ ഇല തിന്നാൻ ശ്രമിക്കും. അപ്പോൾ അത് കാരണം നമ്മൾ പുറത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ആ വക ഇതുകൾ കൂടുതൽ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം. ഇല തിന്നേക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ അതുങ്ങളെ പിടിച്ച് മാറ്റണം. പിന്നെ അതിൻ്റെ ഇല നമ്മൾ ഇടയ്ക്ക് തുടച്ചു കൊടുക്കുക. ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒരു തുണി നനച്ച് അതിൻ്റെ ലീഫുകൾ തുടക്കുകയാണെങ്കിൽ അതിന് നല്ല ഒറിജിനാലിറ്റി കിട്ടും. നല്ല ഗ്ലേസിങ്ങോട് കൂടിയുള്ള ഇലയായിട്ടിരിക്കും. ഇൻഡോറിൽ ഇത് ഒരൊറ്റ പ്ലാന്റ് വെച്ചാൽ മതി. അത് തന്നെ നമുക്ക് ഫുൾ ഏരിയയിലേക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. കാരണം ഇത് അത്യാവശ്യം വലിപ്പം തന്നെ ചെടിയാണ്. അത് കാരണം കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു മരം ഇരിക്കണം. തേക്കിൻ്റെ മരമാണോയെന്നാണ് എല്ലാവരും ചോദിക്കാറ്. പക്ഷേ ഇത് തേക്കല്ല, ഇതിനെ ഫിഗ് എന്നാണ് പറയാം. ഫിഡില്ലി ഫിഗ്, അതാണ് ഇതിൻ്റെ പേര്. ഇതിന് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുമെന്ന് നോക്കണം. കോട്ട് യാർഡിലിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇതിന് വെള്ളം കൂടുതൽ വരാണ്ട് നോക്കാം. ഇതിൻ്റെ ഇലഭംഗിയാണ് ഇതിൻ്റെ ഇത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കെയറിങ് എന്ന് പറയാൻ അങ്ങനെ ഒന്നുമില്ല. സാധാരണ ചെടികൾ പോലെ തന്നെ അകത്തിരിക്കണ പോലെ തന്നെ ഇത് ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഫിഡില്ലി ഫിഗാണ് ഇന്നത്തെ പ്ലാന്റ്. ഇനി അടുത്ത വീഡിയോയിൽ വേറെ ഇൻഡോർ പ്ലാന്റായിട്ട് വരാം. ഓക്കെ, ബൈ.